ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊരു സൂപ്പറായിട്ടാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കും എൻ്റെ മോൾക്കും മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവളുടെ മുഖത്തുള്ള മേക്കപ്പ് എല്ലാം ചെയ്തത് പുള്ളിക്കാരത്തി തന്നെയാണ്. അപ്പോൾ വൈകിട്ട് 7 മണിക്കാണ് ഡാൻസ്. അപ്പോൾ ഞങ്ങളൊരു 5 മണിക്ക് തുടങ്ങി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആൾ സെമി ക്ലാസിക്കലാണ് കളിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തന്നെ ചെയ്തു. ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് മേക്കപ്പിൻ്റെ ABCD അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ആൾ തന്നെയാണ് എല്ലാ മേക്കപ്പും ചെയ്തത്. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തത് മുടി കെട്ടാനും ഡ്രസ്സ് ഇടാനും മാത്രമാണ് മുടി ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ട് ഒരാളെ ഒരുക്കുന്നത്. ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ ചെയ്യണമെന്ന്. അവസാനം എല്ലാം ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് ഇട്ടത് ഫ്ലോപ്പായിട്ട് മാറി. ഡ്രസ്സ് ഉടുത്തപ്പോഴൊക്കെ ശരിയായി. പിന്നീടാണ് അറിഞ്ഞത് ഞാൻ ഉടുപ്പിച്ച രീതിയിലല്ല ഡ്രസ്സ് ഇടേണ്ടിയിരുന്നത് എന്ന്. അപ്പോൾ അതൊരു ഡ്രോബാക്കായിരുന്നു. ബാക്കി മേക്കപ്പൊന്നും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു. കാരണം നമ്മൾ കുറേ പേരെ വിളിച്ചു കേട്ടോ, നമ്മളെ ഹെൽപ്പ് ചെയ്യാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ എന്ന് വെച്ചാൽ, പക്ഷേ ആരും അങ്ങനെ പോസിറ്റീവായിട്ട് അവർക്കറിയില്ല. അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റിവ്യൂ കിട്ടിയത്. പക്ഷേ ഡ്രസ്സ് ഇട്ടതിൻ്റെ ഒരു അപാകത നിങ്ങൾക്കത് മനസ്സിലാവും ശരിക്കും. പിന്നെ അതിനിടയ്ക്കുള്ള കുറച്ച് കലാപരിപാടികളാണ്. ഇത് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചപ്പോൾ പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനും ഇതുപോലെ പണ്ട് സെമി ക്ലാസിക്കൽ ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് ആരെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് തരും. നമ്മളതിന് ഇരിക്കും. അതെങ്ങനെ ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മേക്കപ്പ് സെറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ അതറിയില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ നമുക്കാരും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്ന് ചെയ്ത് പറഞ്ഞു തരാനോ ചിലപ്പോൾ ആരും ഉണ്ടാവാറില്ല. നമ്മളിപ്പോഴും മറ്റുള്ളവർക്ക് അവൈലബിൾ ആകാറുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അങ്ങനെ അവൈലബിളായിട്ട് ആരെയും കിട്ടാറില്ല കേട്ടോ നമ്മുടെ ഒരു കാര്യം വരുമ്പോൾ. അപ്പോൾ ശരിക്കും ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ നമ്മൾ അറിയാണ്ട് മാറിപ്പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മേക്കപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ടോ? അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു മേക്കപ്പിൻ്റെ ഒരു ബാലപാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ അനുഭവം കൊണ്ട് എന്തായാലും നമുക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു.